Hi friends, welcome back to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളത് റെവിറ്റ് ആർക്കിടെക്ചറിലെ ലെവൽ എന്ന് പറയുന്ന ടൂളിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത് എങ്ങനെയാണ് ഒരു യൂണിറ്റ് സെറ്റ് ചെയ്യാന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു നോക്കിയത്. നമുക്ക് സെക്കൻഡിൽ വരുന്ന യൂണിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വരുന്ന പ്രൊസീജിയറാണ് ലെവൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. ലെവൽ എന്ന് പറയുന്നത് നമുക്ക് എലിവേഷൻ വ്യൂവിൽ മാത്രമായിരിക്കും ആക്റ്റീവ് ചെയ്തിട്ടുണ്ടാവുക. ഇതിൽ ഏതെങ്കിലും ഒരു എലിവേഷൻ വ്യൂ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കും. ഇപ്പം നമുക്ക് രണ്ട് ലെവൽസ് ആണ് ഇവിടെ ആക്റ്റീവായി വന്നിട്ടുള്ളത്, ലെവൽ 1ഉം ലെവൽ 2. ചിലപ്പോൾ ഒരു ഡൗട്ട്സ് ഉണ്ടാവും, എന്തിനു വേണ്ടിയായിരിക്കും നമുക്കിത് ലെവൽ, എന്താണ് ലെവലിൻ്റെ ഇമ്പോർട്ടൻസ്? ലെവൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന വർക്കിൻ്റെ ഒരു വെർട്ടിക്കൽ ഹൈറ്റ് റെഫറൻസസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ 2D ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് 2D എലിവേഷൻസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഫൗണ്ടേഷൻ ഇത്ര ഹൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ വാൾ ഇത്ര ഹൈറ്റിൽ വരും, ഇത്ര ഹൈറ്റിൽ സ്ലാബ് വരും, നെക്സ്റ്റ് വാൾ വരുമ്പോൾ വീണ്ടും ഇത്ര ഹൈറ്റ്, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഒരു പ്രൊസീജിയർ ആണല്ലോ നമ്മൾ എലിവേഷൻ ചെയ്യുന്ന സമയത്ത്. അപ്പം ഓരോന്നിനും ഓരോ ഹൈറ്റ് വേരിയേഷൻസ് ഉണ്ട്. അപ്പം ലെവൽ എന്ന് പറയുന്നത് നമ്മൾ വെർട്ടിക്കൽ ഹൈറ്റ്സിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, വെർട്ടിക്കൽ ഹൈറ്റ് റെഫറൻസസിനെ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെവൽ യൂസ് ചെയ്യുക. അപ്പം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് യൂണിറ്റ് ചെയ്തിട്ട് നമുക്ക് വരുന്ന അടുത്ത പ്രൊസീജിയറാണ് ലെവൽ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ലെവൽ 1, ലെവൽ 2 എന്ന് പറയുന്നത് ഡിഫോൾട്ടായിട്ട് രണ്ട് ലെവൽസ് നമുക്കിവിടെ കിട്ടുന്നതാണ്. ഈ ലെവലിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ആവശ്യമായ രീതിയിലുള്ള വാല്യൂസിലേക്ക് ചേഞ്ച് ചെയ്യാം. നോർമലി നമുക്കൊരു 45 ഒക്കെ ആയിരിക്കും നമ്മൾ ഫൗണ്ടേഷൻ്റെ ഹൈറ്റ്, നമ്മൾ പ്ലിന്തിൻ്റെ ഹൈറ്റ് ഒക്കെ നമുക്ക് വരും. നോർമലി ഒരു 45 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ പ്ലിന്ത് ഹൈറ്റ് ഉണ്ടാവുക. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 400 എന്നുള്ള വാല്യൂവിൻ്റെ മുകളിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് അവിടെ 45 എന്നുള്ള വാല്യൂ കൊടുത്തു. ഇനി ജസ്റ്റ് നമ്മൾ ഇത് സൂം ചെയ്ത് നോക്കുന്നൊക്കെ രണ്ടും ഓവർലാപ്പിംഗ് ആയിട്ടാണ് ഉള്ളത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമുക്ക് ആഡ് എൽബോ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആഡ് എൽബോ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് മുകളിലേക്ക് വെക്കുന്നു. ലെവൽ 1, ലെവൽ 2 രണ്ട് ലെവൽസ് വന്നു. സ്റ്റാർട്ടിങ് ലെവൽ 0 ആണ്, നെക്സ്റ്റ് വരുന്നത് 45 ആണ്. ഇനി ഇതിലേക്കാണ് നമ്മൾ ഒരു ഫ്ലോർ ഹൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, അതായത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഹൈറ്റ്. നോർമലി നമ്മൾ 300 ആണ് നമ്മൾ ബിൽഡിംഗ് ഹൈറ്റ് പറയുന്നുണ്ടെങ്കിലും ഇപ്പം നമ്മൾ 330 ആണ് നമ്മൾ സൈറ്റ്സിലൊക്കെ നമ്മൾ ചെയ്ത് വരുന്നത്. 330 എന്നുള്ള ഹൈറ്റ്സ് ആണ് നമ്മളിപ്പോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ലെവൽ ക്രിയേറ്റ് ചെയ്യാൻ ആർക്കിടെക്ചർ ടാബിൽ ഡാറ്റം പാനലിലാണ് നമുക്ക് ലെവൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. ജസ്റ്റ് ലെവൽ എടുക്കുക, ഇപ്പോൾ കണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ ടൂൾ പോലെ മൂവ് ആകുന്നുണ്ട് അല്ലേ, വാല്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. രണ്ട് രീതിയിലുള്ള ടൂൾസ് ത്രൂ നമുക്ക് ലെവൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് ലൈൻ ടൂളും ഒന്ന് പിക് ടൂള്. പിക് ടൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓഫ്സെറ്റ് ചെയ്യുന്ന പോലെ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസസിലേക്ക് നമ്മൾ വാല്യൂ സെറ്റ് ചെയ്യുന്ന പോലെ. ലൈൻ ടൂൾ ആകുമ്പോൾ ജസ്റ്റ് നമ്മൾ ഏത് പോയിന്റിൽ നിന്നാണോ വേണ്ടത് ആ പോയിന്റ് ഹൈറ്റിലേക്ക് നമ്മൾ കീബോർഡിലെ വാല്യൂ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊടുക്കും. ഇനി നമ്മൾ പിക് ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഓപ്ഷൻ ബാർ എന്നിട്ട് നമുക്കിവിടെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്താ ചെയ്യാനുണ്ട്, ടൂൾസ് വരുമ്പോഴാണ് ഓപ്ഷൻ ബാർ ആക്റ്റീവ് ആവുക. ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി ഇവിടെ നമ്മൾ 330 എന്നുള്ള വാല്യൂ കൊടുത്തു, എന്നിട്ട് നമ്മളൊന്ന് പിക്ക് ചെയ്യും. അപ്പം നമുക്ക് എത്ര നമ്പേഴ്സ് വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരാം. നമ്മൾ പ്രൊജക്ട് ബ്രൗസറിൽ ശ്രദ്ധിച്ചാൽ മതി, ഇത്രയും ലെവൽസ് ഇവിടെ ആഡായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഡബിൾ എസ്കേപ്പ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടൂളിൽ നിന്നും ലെഫ്റ്റ് ആവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലൈൻ്റെ ലെങ്ത്തും ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലൈൻ്റെ ലെങ്ത്തും ഡിഫറെൻ്റ് ആണ്. സെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഏറ്റവും ടോപ്പിലുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ വരുന്നുണ്ട്, മോഡിഫൈ ദി ലെവൽ ബൈ ഡ്രാഗിങ് ദിസ് എൻഡ് എന്നുണ്ട്. ഇതിനെ നമ്മൾ കൺസ്ട്രെയിൻ ലെവൽ എന്ന് പറയും. ജസ്റ്റ് ഒന്ന് കൺസ്ട്രെയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ അല്ലേ? ഇതുപോലെയാണ് നമ്മൾ ഓരോ ലെവൽസും സെറ്റ് ചെയ്യുക.
ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം 0 മുതലാണ് ഓരോ ഹൈറ്റും പറയാം. ഇത് മുതൽ ഇതുവരെയുള്ള ഹൈറ്റ് അല്ല, 0 ടു ലെവൽ 3 വരെയുള്ള ഹൈറ്റ്സ് ആയിരിക്കും നമുക്ക് വരാം. ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഇടയിലുള്ള സ്പേസസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമില്ല. രണ്ടാമത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാല്യൂവിന് മുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതുപോലെ നമുക്കിപ്പോൾ ഇതിനെ ഗ്രൗണ്ട് ഫ്ലോർ എന്നുള്ള രീതിയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ എന്ന പേരിൽ തന്നെ നമുക്ക് സെറ്റ് ഔട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ വന്ന് പോപ്പപ്പ് ബോക്സിൽ നമ്മൾ യെസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ എന്ന് എഴുതി കാണിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലെവൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.